എൻ്റെ പുതിയ വീഡിയോ സ്വാഗതം. പറയാനുള്ള കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയേണ്ട രീതിയിൽ പറയണം. അതിൽ യാതൊരു മടിവില്ല. കാര്യങ്ങൾ ഇതാണ്. എന്താ പറയുക, ട്രംപ് എന്താ പറയുക, ചാനൽ അൽ ജസീറ ചാനലിന്റെ മുമ്പിൽ പച്ചത്തെറിയുമായി മുമ്പോട്ട് വന്നു പറഞ്ഞത്. എന്താ കാര്യം പറഞ്ഞെന്നറിയോ? ഇസ്രായേലിനോടും ഇറാനോടും ഞങ്ങൾ വെടിനിർത്താൻ പറഞ്ഞാലേ എന്താ കേട്ടില്ലേ എന്ന് വെച്ച്. എന്താ എന്താ അറിയോ, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഈ സത്യാവസ്ഥ നമ്മൾ പറയുന്ന സമയത്ത് മനസ്സിലാക്കാൻ നമ്മൾ അറിയോ, പലസ്തീൻ എന്ന് പറഞ്ഞ ഒരു സ്ഥലം ഉണ്ടായിരുന്നു, ഗസ എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ ലക്ഷക്കണക്കിന് ആൾക്കാർ ഇസ്രായേൽ നിരബോജികൾ മിസൈലിട്ട് കൊന്ന ചരിത്രം നമ്മൾ മറന്നു പോകരുത്. കാന്താറി മനസ്സിലാക്കൽ. കാന്താറിയോ ഇപ്പൊ ഇസ്രായേലിന് എന്താ അറിയോ, അവിടേക്ക് മിസൈലുകൾ, ഇറാന്റെ മിസൈലുകൾ പോയിട്ട് പതിയുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങളും ആൾക്കാർക്ക് പറ്റുന്ന അപകടങ്ങളും പേടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ യുദ്ധം നിർത്താൻ വേണ്ടിയുള്ള ടെക്നിക്കൽ കഥ അറിയോ? നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ അമേരിക്ക വന്നും യുദ്ധം നിർത്താൻ വേണ്ടി പറഞ്ഞാൽ തീർക്കാൻ പറ്റിയ കേസാണെന്ന് വിചാരിക്കുന്നുണ്ടോ? നടക്കൂല. അപ്പം നടക്കുന്ന കാര്യം ഇറാനാണ് അപ്പുറത്തുള്ളത്. ഇറാനാണ് ഈ അമേരിക്കന്റെ ചതിയൊന്നും ഇവിടെ പറ്റും. പണ്ടും ചതിച്ചിട്ടുണ്ട്. മനസ്സിലാക്കണം. എന്താ അറിയോ, ഇസ്രായേൽ പലസ്തീൻ യുദ്ധം നോക്കുമ്പോൾ ഇസ്രായേൽ പലസ്തീൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിന് വേണ്ട എല്ലാ ആയുധങ്ങളും കൊടുത്തത് അമേരിക്കയാണ്. നമ്മൾ മറക്കരുത്, അമേരിക്കയാണ്. എന്നിട്ട് അമേരിക്ക പറഞ്ഞെന്താ, പലസ്തീനെ ആക്രമിക്കാൻ എന്താ ഇസ്രായേലിന് അവകാശമുണ്ടെന്നാണ് പറഞ്ഞത്. അവിടെ ഇടാൻ പറ്റാത്ത അവിടെ ഒരു ഹോസ്പിറ്റലോ ഒരു ബിൽഡിങ്ങോ ബാക്കിയുള്ള കാര്യങ്ങളോ അവിടെ കണ്ടോ നിങ്ങളിപ്പോൾ? ഇല്ല, ഒക്കെ ചുട്ടു താമ്പലാക്കിയിട്ടുണ്ട് അല്ലേ? അപ്പം അവകാശം ഉണ്ടായിരുന്നു ആർക്ക്? ഇസ്രായേലിന് അവകാശം ഉണ്ടായിരുന്നു, അടിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നു. എന്താ ഇപ്പം ഇറാന് അവകാശമല്ലേ? നമ്മൾ സാധാരണക്കാർ ജനങ്ങൾ ചോദിക്കുന്ന ചോദിക്കുന്നത് ഞാൻ സാധാരണക്കാർ സംസാരിക്കുന്നത് എൻ്റെ ബുദ്ധി തോന്നുന്ന കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. എന്താ ഇപ്പം ഇറാന് തിരിച്ചടിക്കാൻ അവകാശമല്ലേ? കാരണം ഇസ്രായേൽ എന്ന രാജ്യത്ത് നിന്ന് ഫസ്റ്റ് മിസൈൽ പോകുന്ന ഇറാനിലേക്കാണ്. എന്നിട്ട് തിരിച്ചടിക്കാൻ അവകാശമല്ലേ ഇറാന്? അടി തുടങ്ങിയ സമയത്ത് എന്താ തലപടാന്ന് കിട്ടി, നന്നായിട്ട് കിട്ടി എന്നുള്ളത് മനസ്സിലാക്കണം. ഇസ്രായേൽ നന്നായിട്ട് പണി കിട്ടി. അമേരിക്ക അടിച്ചു, അമേരിക്കക്കും തിരിച്ച് പണി കിട്ടി. കാരണം മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കാൻ എന്താ അറിയോ, ഇറാൻ എന്നൊരു ഞാൻ ചുരുക്കി കാണിച്ച ഇതാണ് നമ്മൾ ഒരു മാപ്പാണത്. ഇതിപ്പോൾ ഇറാനാണ് വെച്ചോളി. ഈ ഇറാനാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, അമേരിക്കൻ്റെ ക്യാമ്പുകൾ കടപ്പെങ്ങനെ ഇവിടെ ഒന്നുണ്ടാവും ഇങ്ങനെ ഇതേതൊക്കെ അമേരിക്കൻ ക്യാമ്പായ പൂജ്യം പോലെ വരയ്ക്കുന്നത്. ഇങ്ങനെ ക്യാമ്പുകളാ ചുറ്റുമാണ്, ഇറാന് ചുറ്റും ക്യാമ്പുകളാണ്. ഏത് അമേരിക്കൻ്റെ പട്ടാള ക്യാമ്പുകളാണ്. അല്ല, അമേരിക്കൻ്റെ ലക്ഷക്കണക്കിന് കോടി മില്യൺ ഉൾപ്പെടെ വിമാനങ്ങളും പട്ടാളക്കാരും താമസിക്കുന്ന സ്ഥലമാണ് അവിടെ. അതെന്തിനാണ് വേണ്ടി വെക്കുക? ഇറാനെ പേടിച്ചിട്ടല്ലേ? കാരണം ഇറാനാണ് എല്ലാവരെയും എന്താ അറിയോ, ഇറാൻ അങ്ങോട്ട് പോയി ചൊറിഞ്ഞതല്ല. ഇറാൻ ഇപ്പോൾ യുദ്ധം ചെയ്യാൻ അവകാശമുണ്ടെന്ന് പറഞ്ഞാൽ ഒറ്റ രാജ്യമുള്ളൂ, അത് റഷ്യ. ഓർക്ക് പ്രതികരിക്കാനുള്ള അവകാശം ഉണ്ട് എന്നുള്ളത് റഷ്യ പറഞ്ഞിട്ടുണ്ട്. അത് കാര്യം പറയാനുള്ള കാരണം എന്താ അറിയോ, നമ്മൾ മനസ്സിലാക്കും, കൊടുത്താൽ കൊല്ലത്തും കിട്ടും പറയാൻ. ഇത്രയും കാലം എന്താ അറിയോ, ഇസ്രായേലിന് പണി കിട്ടിയിട്ടില്ലായിരുന്നു. ഏത് തിരിച്ചടി കിട്ടിയിട്ടില്ലായിരുന്നു. ഇപ്പൊ തിരിച്ചടി കിട്ടിയ സമയത്ത് ട്രംപ് വന്ന് പറഞ്ഞാൽ യുദ്ധം നിർത്തിക്കളാ, നാളെ സമയം നിർത്തിക്കള, പ്രസാദണ്ട, ശരിയാക്ക, അങ്ങനെ ആ രൂപത്തിൽ പറഞ്ഞു. ആര് കേൾക്കാനാണ്? ആരൊക്കെ? ഇറാൻ കേൾക്കുമോ? ഇറാൻ കേൾക്കുമെന്ന് തോന്നുന്നുണ്ട്. നമ്മൾ സാധാരണ മനുഷ്യന്മാർ ന്യൂസ് വായിക്കുന്ന ആൾക്കാരെ നമ്മൾ പറയുന്നത് ഓരോ കാര്യം ഈ സാജൻ സക്രിയ പോലത്തെ ന്യൂസ് കണ്ടിട്ടുകളും അഭിപ്രായം പറയാം. സത്യസന്ധമായ ന്യൂസുകൾ വായിക്കാം. എൻ്റെ കമൻറ്റ് ബോക്സിൽ കുറച്ച് ആൾക്കാർ വന്ന് പറയുന്ന കാര്യം അറിയോ, ജലീലെ നീ പറയുന്ന കാര്യം സത്യമാണ്, അത് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്, അത് മതി നമുക്ക്. ബാക്കി കുറേ ആൾക്കാരെന്താ അറിയോ, നല്ല ഫുഡാണ് ചാണകം പറഞ്ഞിട്ട് ഓരോ ടീമുകളുണ്ടല്ലോ, ഓരോ കുറേ കാര്യങ്ങളെന്ന് പറയുന്നത് അത് നമ്മൾ മെയിൻ ചെയ്യാൻ പോകുന്നില്ല. ഓരോ നമ്മൾ പറഞ്ഞോട്ടെ, അത് വിഷയമുള്ള കേസേ അല്ല. അവർ അന്നും ഇന്നും എന്നും പറഞ്ഞിട്ട്. കാരണം പലസ്തീൻ മക്കൾ മരിച്ചു വീണ സമയത്ത് ആരാലും ഏത് രാജ്യത്തുള്ള മനുഷ്യന്മാരാണെങ്കിലും പലസ്തീൻ എന്ന് പറഞ്ഞ ഒരു രാജ്യത്തുള്ള ആൾക്കാർ മൊത്തം, ഗസയിലുള്ള ആൾക്കാർ മൊത്തം മരണപ്പെട്ട സമയത്ത് ഇവരാരെയും കുറച്ചിൽ നമ്മൾ കേട്ടിട്ടില്ല. ഒരു കുറച്ചിലോ പറച്ചിലോ നമ്മൾ കേട്ടിട്ടില്ല. ഇപ്പൊ ഇസ്രായേൽ എന്നറിയോ, ആൾക്ക് മിസൈലിൽ പോയി ബിൽഡിങ്ങും ബാക്കി കാര്യങ്ങളൊക്കെ നശിക്കപ്പെടുന്ന സമയത്ത് ഇവർക്ക് ഭയങ്കര വിഷമാണ്. അത് മനസ്സിലാക്കാൻ കാരണം അമേരിക്ക എന്ന രാജ്യം എപ്പോഴും ചിന്തിച്ച് കാരണം അറിയോ, ഒരു തന്ത്രപരമായിട്ട് ഇസ്രായേൽ ചതിയിലൂടെ കാര്യങ്ങൾ നടത്തിയ ചതിയിലൂടെ മാത്രമാണ്. ഇസ്രായേൽ എന്ന രാജ്യം എപ്പോഴും നടത്തിക്കൊണ്ട് ചതിയിലൂടെ മാത്രമാണ്. നമ്മൾ മനസ്സിലായി ഏത് രീതി എത്തുവാണ്. ഇപ്പൊ ഇലക്ഷനിൽ ട്രംപ് ജയിച്ചു പോകുന്നത് എങ്ങനെ നിങ്ങൾക്കറിയാവോ? ട്രംപിന്റെ പ്രചരണം എന്തായിരുന്നു? എല്ലാ അറബ് രാജ്യങ്ങളിലും പോയിട്ട് ഇസ്രായേൽ പലസ്തീൻ യുദ്ധവും ബന്ധപ്പെട്ട് നമുക്ക് സ്റ്റോപ്പാകും, ഇവിടെ സമാധാനം ഉണ്ടാവും, അത് പറഞ്ഞിട്ടാണ് ഇസ്രായേൽ പലസ്തീൻ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടാണ് അത് കേട്ട് കഴിയ ആളാണ് ഈ ട്രംപ് അല്ലേ? ഇന്നിപ്പോൾ ട്രംപ് ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ എന്താ? ഇവരതാണ് പറഞ്ഞ് ഒരു കാര്യം പറയും, വേറൊരു കാര്യം പ്രവർത്തിക്കും. ഇസ്രായേലിനെ സംബന്ധിച്ച് നേരത്തെ മനസ്സിലായി, ഇസ്രായേൽ നേരത്തെ പറഞ്ഞ ഏറ്റവും വലിയ കള്ളം എന്താ അറിയാം?
എന്താ പറയുക, ഇറാൻ ഇങ്ങോട്ട് ആക്രമിച്ചത് ഏത് പുതിയ ടെക്നോളജിയുടെ ഐഡിയ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഈ പലസ്തീൻ ഇസ്രായേൽ യുദ്ധവുമായി ബന്ധപ്പെട്ടെങ്കിൽ മനസ്സിലാക്കി വെടിനിർത്തൽ തുടങ്ങിയ സമയത്ത് ഇസ്രായേൽ അവിടുന്ന് മിസൈൽ ഇട്ടായിരുന്നു അല്ലേ. അത് നമുക്ക് അനുഭവം കൊണ്ടാണ്. എന്നാൽ പോലും പറയുന്ന ഈ പിന്നെ പലസ്തീൻ മക്കൾ അങ്ങോട്ട് ഇട്ടുന്നു, ഏത് ഒരു പ്രതികരിക്കാൻ കൂടി ശേഷിയില്ലാത്ത ആൾക്കാർ അങ്ങോട്ട് ഇട്ടുന്ന അവർ പറയാം, കള്ളത്തങ്ങളിൽ പറയാം. ഓരെ സംബന്ധിച്ചോളം വാക്കിനൊന്നും നെറിയുള്ള ഒരു രൂപത്തിലുള്ള കളിയല്ല നമ്മൾ കണ്ടിട്ടുണ്ട് ഇതുവരെ. നമ്മൾ ആ കേട്ടറിവിൽ നമുക്ക് ഒന്നല്ല കണ്ടിട്ട്. ഞാൻ എന്താ പറയുക, എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ കേട്ട ന്യൂസുകൾ എല്ലാ ന്യൂസുകളും കേൾക്കാറുണ്ട്. ഞാൻ ഒരുപാട് യദൂനായാണ് ഇത് ജേർണലിസ്റ്റ് എന്ന് പറഞ്ഞൊരു ന്യൂസ് ചാനലുണ്ട്, എല്ലാം സപ്പോർട്ട് ചെയ്യണമില്ല. കാരണം എന്താ പറയുക, ഓരൊക്കെ പറയുന്ന കാര്യങ്ങൾ വളരെ കറക്റ്റായ കാര്യങ്ങളാണ്, വളരെ കറക്റ്റായുള്ള കാര്യങ്ങളാണ് പറയുന്നത്. സത്യസന്ധമായ ന്യൂസ് വായിക്കാൻ അത് അതുപോലെ തന്നെ സാഹചര്യക്രിയ ഒരു വസ്ത്രം പറ്റാത്ത കാര്യമാണ്. ഓനെന്ന് വെച്ചാൽ എന്താ പറയുക, കടത്തരങ്ങൾ പറയാനല്ലാണ്ട് ഒന്നും ഉറക്കൂല. കാരണം ഓരൊക്കെ നല്ല വ്യൂസും ഉണ്ട്, അത് കേട്ട് ബിസിനസ്സിന് കുറേ പൊട്ടന്മാരും. അത് ആലോചിച്ചിട്ടാണ് എനിക്ക് ചെറിയ വരുന്നത്. ഏതാ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സപ്പോർട്ട് എനിക്ക് ഒരാൾ കേട്ടാൽ മതി. ഒരാൾ കേട്ട് ഞാൻ സത്യം പറയുന്ന കാര്യങ്ങൾ നമ്മൾ അഭിപ്രായങ്ങൾ പറയുന്ന സമയത്ത് കേട്ട് ഒരൊറ്റ ആൾ കേട്ടാൽ മതി. അതേ നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ. ആ കേട്ട് ഒരാൾ വിശ്വസിച്ചാൽ മാത്രം മതി. അത് ആ സത്യം ജലീൽ പറഞ്ഞ സത്യമാണെന്നുള്ള ഒറ്റ ആളെ വിശ്വസിച്ചാൽ മതി. 100 ആളും കാണുമല്ല. എൻ്റെ വീഡിയോ എത്ര ആളുകൾ കാണും നോക്കൽ കൂടുതൽ. ഞാൻ എൻ്റെ തെറിബോസ് കണ്ടാൽ നോക്കിയാൽ തെറിബോസ് കണ്ടാൽ ഈ കമൻറ്റ് ബോക്സ് പോകുന്ന കമൻറ്റ് ഞാൻ എന്താ അറിയോ നല്ലോണം ചുരുക്കും, അത്രമാത്രം. ഞാൻ എന്താ അറിയോ, ഓർക്ക് അങ്ങനെ ആണ് പോലെ, ചില ആൾക്കാർ അങ്ങനെയാണ്. അത് പറഞ്ഞിട്ട് കാര്യമല്ല. ഒരുപാട് ആൾക്കാർ പല സൈസുള്ള ആൾക്കാരുണ്ടാകാം. അന്നപ്പോൾ മനസ്സിലാക്കാൻ കാരണം മനുഷ്യന്മാരാണ്, നമ്മളൊക്കെ മനുഷ്യന്മാരാണ്, എല്ലാവരും മനുഷ്യന്മാരാണ്. ആരെ ഉപദ്രവിച്ചാൽ ആർക്ക് എന്ത് സംഭവിച്ചാലും എല്ലാവർക്കും വേദനകൾ ഉണ്ടാവും. അന്നപ്പോൾ ഒരു ഇസ്രായേലിലെ മതം സപ്പോർട്ട് ചെയ്യുക, അമേരിക്കയെ മതം സപ്പോർട്ട് ചെയ്യുക എന്നുള്ള രീതി ശരിയുള്ള രീതിയല്ല. എല്ലാവരും മനുഷ്യന്മാരാണ്, എല്ലാവർക്കും ജീവിക്കാൻ അവകാശമുണ്ട്, എല്ലാവരും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് അല്ലേ. നമ്മളൊക്കെ തന്നെ എല്ലാ മൃഗജാലങ്ങളും എല്ലാ ജീവികളും ലോകത്തിലുള്ള എല്ലാ ജീവികളും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. എന്നാൽ ആരും ഉപദ്രവിക്കാൻ പാടില്ല. ആ സിദ്ധാന്തം നല്ലത് അല്ലേ, അതാണ് ശരിയും, അതാണ് ശരിയും. നമ്മൾ സത്യസന്ധമായി നിങ്ങൾ പറയുന്ന സമയത്ത് പല ആൾക്കും കണ്ണും മൂക്കിലൊക്കെ പോകുന്നുണ്ട്. അന്ന് നമ്മളെ സംബന്ധിച്ചോ പറയാനുള്ള കാര്യം എന്താ അറിയോ, ട്രംപ് നേരത്തെ പറഞ്ഞല്ലേ, ട്രംപ് ചെയ്ത് അതേ നമുക്ക് പറയാനുള്ളൂ, വേറെ ഒന്നും പറയാനില്ല. താങ്ക് യു വെരി മച്ച്.